സുജാത ഇരിക്കും. വേണ്ട, സാരമില്ല ചേച്ചി. എനിക്ക് സാരമുണ്ട്. സുജാത ഇരിക്കും. അല്ല, മുത്തശ്ശി ഇവിടെ? അയ്യോ, മുത്തശ്ശി ഇവിടെ ഇല്ല. പഴഞ്ചിറ അമ്പലത്തിലെ ഭജന ഇരിക്കാൻ പോയിരിക്കുക. ഒരു കണക്കിന് മുത്തശ്ശി ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി അല്ലേ സുജാത? അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് വീണ്ടും ICUലായനെ. അല്ല, കുടിക്കാൻ എന്താ വേണ്ടേ? ജ്യൂസ് വേണോ, ചായ വേണോ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തില് സുജാതയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല. ഞാനേ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുക്കാം. എന്താ? അയ്യോ, എനിക്ക് ദാഹിക്കുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. അപ്പൊ ആപ്പിളിനുള്ളിലായിരുന്നു അല്ലേ വിഷം? ഞാനെടുത്ത് കഴിക്കാഞ്ഞ ഭാഗ്യമായിപ്പോയി. സൂപ്പർ. ഇരുന്ന് ബോറടിച്ചോ? ഈ ആപ്പിളെങ്കിലും കഴിക്കേ. നല്ല കാശ്മീരി ആപ്പിളാ. കഴിക്കേ. വേണ്ടേ? കഴിക്കേ. ഒരാൾ ആപ്പിള് കഴിച്ച് മരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നേതായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടായി. കഴിക്കേ. ഇവരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് പെണ്ണും പിള്ള. അല്ല, നശിപ്പിച്ചു. ഇതാര് നമ്മുടെ സുജാത മാഡോ? എപ്പോ വന്നു? വന്നതേ ഉള്ളു ചേട്ടത്തി. നമ്മുടെ ദത്തസാറിന്റെ ഉണ്ടപോയ കേസുമായി ബന്ധപ്പെട്ട് വന്നായിരിക്കും അല്ലേ? അതെ ചേട്ടത്തി, അതാകെ പ്രശ്നത്തിലാ. DGP ഒന്ന് നേരിട്ട് കാണാനാ ഞങ്ങളുടെ പരിപാടി. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതറിയില്ല, പക്ഷെ ആ വഴി കൂടി ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല സുജാത. DGP IG ഒന്നും അറിയാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലേ? വഴിയൊക്കെ ഉണ്ട്, പക്ഷെ ദത്തൻ സാറ് സമ്മതിക്കൂല. അതെന്ത് വഴി? സുജാത പറ. ദത്തനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. അത് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. ചേച്ചിക്ക് അറിയാലോ സാറിന്റെ സ്വഭാവം. നിയമവും എത്തിക്സും വിട്ട് സാർ ഒന്നും ചെയ്യില്ല. സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുമ്പോ എന്ത് നിയമവും എത്തിക്സും? ചേച്ചി തന്നെ ഇത് പറയണം. അന്ന് നിങ്ങൾ ആ കേസിൽ പെട്ടപ്പോ ഞാൻ എന്തുമാത്രം കാല് പിടിച്ചിട്ടാണെന്നറിയോ അങ്ങനെ ഒരു വിട്ടുവീഴ്ച കാണിച്ചത്? എന്ത് കേസ്? അത് പിന്നെ ഒന്നുമില്ല എടുത്തി. ഞങ്ങളന്ന് സൈക്കിളിൽ പോയില്ലേ, അപ്പോ ലോഡ് വെച്ച് പോയതിന്റെ ഒരു കേസ് വന്നു. അതെ, അങ്ങനെയാണല്ലോ ദത്തൻ സാറിന് സ്ഥലം മാറ്റമൊക്കെ കിട്ടിയത്. അത് ഗോമതിക്ക് എങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞു, അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ? ഞങ്ങള് തമ്മിലുള്ള ബന്ധം അതായിരുന്നല്ലോ. അതെന്താ ഇപ്പൊ ആ ബന്ധം ഇല്ലേ? ബന്ധമൊക്കെ ഉണ്ട്. പിന്നെന്താ? പിന്നൊന്നുമില്ല. നിങ്ങക്ക് ഇപ്പൊ എന്തൊക്കെ അറിയേണ്ടത്? ചേച്ചി, സുജാത പറ, എന്താ പോംവഴി? ദത്തനറിഞ്ഞ സമ്മതിക്കാത്ത വഴി? അത് പിന്നെ ചേച്ചി കുറച്ച് വളഞ്ഞ വഴിയാ. എന്ത് വളഞ്ഞ വഴിയായാലും സാരമില്ല മാഡം. ആമിമോൾ ഇതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുന്നത് കാണാൻ വയ്യ. ദത്ത സാറിന്റെ ജോലി പോകുന്നത് കാണാനും വയ്യ. അവിടെ സ്റ്റേഷനില് ഇതേ ബാച്ചിലെ കുറെ തോക്കുകൾ ഇരിപ്പുണ്ട്. പലപ്പോഴായി പല കേസുകളിലും ഞങ്ങൾ പിടിച്ചെടുത്തതാ. അതിപ്പോ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അതില് മിക്കതും ലോഡഡ് ആണ്. അതിന്നൊരു 2 ഉണ്ട പോയി കഴിഞ്ഞാൽ ആരും അറിയാനൊന്നും പോകുന്നില്ല. അത് ശരി. എന്നെ രക്ഷിക്കാൻ താൻ കണ്ടുപിടിച്ച വഴികൊള്ളാലോ. എന്താ വഴിക്കൊരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷെ തൽക്കാലം ഇതിന് കൂട്ടേക്ക് എന്നെ കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ആര് സമ്മതിച്ചാലും ദത്തൻ സാർ ഇതിന് സമ്മതിക്കില്ല. ദത്തൻ ഇങ്ങനെ ചാടി കയറി എതിര് പറയാതെ നമുക്കൊന്ന് സമാധാനമായിട്ട് ആലോചിച്ചിട്ട്. എന്താ ആലോചിക്കാൻ? ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന് തുല്യ ഉത്തരവാദിത്വമുണ്ട്. എടി, എന്ന് വെച്ച് സ്റ്റേഷനിൽ ഇരിക്കുന്ന ബുള്ളറ്റ് മോഷ്ടിക്കണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെ ചെയ്യുന്നതിന്റെ പേര് മോഷണം എന്നാണെങ്കിൽ അത് തന്നെ. ഏതായാലും 2 വെടിയുണ്ടയുടെ പേരിൽ ആമിമോളെ കുരുതി കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്.
ക്ലാരത്തി, ഞാനിതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടും സാർ ഇതൊന്നും ചെയ്യണ്ട. സാർ ഒന്നും അറിയണ്ട, ഇതൊക്കെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. സാറിന്റെ പെർമിഷൻ മാത്രം മതി. ഇനി അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ഓൺ റിസ്കിൽ ഈ ഓപ്പറേഷൻ നടത്തിക്കൊള്ളാം. എങ്ങനെ? എന്റെ കൂടെ 2 പേരുണ്ടാവണം. 2 പേര്? ആ ഞാൻ വരാം. ഏ? ഞാനും വരാം. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? ആലോചിച്ച് നിന്നാ ഒന്നും നടക്കില്ല. ഇന്നൊരു രാത്രി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് 2 പേർക്കും എന്റെ കൂടെ വരാൻ പേടിയുണ്ടോ? എന്ത് പേടി? കൂടി വന്നാ വെടിയേറ്റ് മരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഞാനായിട്ടുണ്ടാക്കി വെച്ച കുഴപ്പമില്ലേ? അതിന് പരിഹാരം കാണുന്നതിനിടയിൽ ജീവൻ പോയാലും എനിക്കതൊരു പ്രശ്നമല്ല. ആ, നിനക്ക് പ്രശ്നമായിരിക്കില്ല. പക്ഷെ സുജാതയ്ക്കും പൂജയ്ക്കും ജീവനിൽ കൊതിയുണ്ടാവും. എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോവാം. ശ്ശോ. വേണ്ട ചേച്ചി, ചേച്ചി ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും ഉണ്ടാവും കൂടെ. ആ, സുജാത, താനിത് ദയവേത് സാർ ഒന്നും പറയരുത്. ഇത് ഞങ്ങളുടെ ഒരു അവകാശമാ, ഞങ്ങളുടെ കടമയാ. സാറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം.